കൊച്ചി രൂപത എൻ്റെ മാതൃരൂപതയാണ്. ജോണിയച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യത്തെ ചേട്ടനും ചേച്ചി രണ്ട് ചേട്ടന്മാരും ജനിക്കുന്നത് കൊച്ചി രൂപതയിലാണ്. അതായത് അവരെല്ലാം 52 മുൻപ് ജനിച്ചവരാണ്. അതുകൊണ്ട് ജനിച്ചതും വളർന്നതും മാതാപിതാക്കളെല്ലാം മാത്രമല്ല, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ കൊച്ചി രൂപതയുടെ സന്താനമാണ്. പല അർത്ഥത്തിൽ വളർന്നത് കൊച്ചിയിൽ, വിദ്യാഭ്യാസം ലഭിച്ചത് കൊച്ചിയിൽ. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, ഈ ചെല്ലാനം എന്നുള്ളൊരു സ്കൂളില്ലായിരുന്നെങ്കിൽ ഞാനങ്ങ് എത്തുമായിരുന്നില്ല, അല്ലെങ്കിൽ വൈദികനോ ഒന്നും ആകാൻ പറ്റില്ല. അത് കൊച്ചി രൂപതയുടെ സ്കൂളാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരും പലപ്പോഴും എനിക്ക് വിളിച്ച് സ്കോളർഷിപ്പൊക്കെ തന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചത് കൊണ്ടല്ല, പാവപ്പെട്ടതായതുകൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്കോളർഷിപ്പൊക്കെ കിട്ടി ഒക്കെ വളരുവാനൊക്കെ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരിക്കലും ഒരു അകൽച്ച മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ സഹോദരങ്ങൾ ഇവിടെയാണ്, കൂട്ടുകാരിവിടെയാണ്. ഞാൻ ഇടപെട്ട വൈദിക വിദ്യാർത്ഥികളുടെ സമൂഹം, ബഹുമാനപ്പെട്ട റാഫി അച്ഛൻ 1 വർഷം മുമ്പായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഒരു വൈദിക വിദ്യാർത്ഥി, അതേ തുടർന്ന് ഞങ്ങൾ ഒരു പറ്റം പേര് കണ്ടമാലിയുടെയും കണ്ടക്കടവിൻ്റെയും അംഗങ്ങൾ അവിടെ വൈദിക വിദ്യാർത്ഥികളായിട്ട് വന്നു, സിസ്റ്റേഴ്സ് വന്നു. അതുകൊണ്ട് I never felt I was at any time away from this diocese. അതിലുപരി അച്ഛന്മാർക്കും അറിയാം, പ്രത്യേകിച്ചും കൂരിയയിലുള്ള അച്ഛന്മാർക്കറിയാം, എനിക്ക് അവരോട് വഴക്ക് പറയുന്നതിന് ഒരിക്കൽ പോലും ഒരു വിഷമം തോന്നിയില്ല. അതിൻ്റെ പേരിൽ പിതാവ് ആലപ്പുഴക്കാരനാവുമെന്ന് പറയുമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ചില കാര്യങ്ങളിൽ ഞാൻ ചില കാർക്കശ്യമൊക്കെ പറയും, അത് അവർക്കറിയാം. ഇവിടെ ഉള്ളതുപോലെ ആലപ്പുഴയിലും ഞാൻ പറയുന്ന കാർക്കശ്യമാണ്. അതുകൊണ്ടുള്ള കാര്യത്തിൽ എന്നെ ഒരിക്കൽ പോലും വൈദിക സഹോദരന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും അതുപോലെ തന്നെ സഹകരണവും ലഭിച്ചു. 3 മാസം കഴിയുമ്പോൾ ഒരു പിതാവിനെ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നുൻസിയോ എന്നെ വിളിച്ച് ഈ കാര്യം ഏൽപ്പിച്ചത്. 3 മാസം 14 മാസമായി എന്നത്. എന്നാലും ഒരു കുഞ്ഞ് ജനിക്കുന്നതിനും 10 മാസം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം ദൈവപരിപാലനയുടെ നാളുകളായിരുന്നു. എനിക്ക് ഏറെ കടപ്പെട്ട് ഞാനിപ്പോഴും അങ്ങനെ പോകുന്നെന്ന് തോന്നുന്നില്ല. ജോലി ഏൽപ്പിച്ചു, അത് ചെയ്യാൻ സാധിച്ചു. സന്തോഷത്തോടുകൂടെ വിടവാങ്ങുന്നു. കാരണം ശിമയോൻ്റെ പ്രാർത്ഥനയോടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ കാണുന്നു. നമ്മുടെ കൊള്ള ക്രിസ്മസ് സമ്മാനമായിട്ട് കർത്താവ് പ്രിയപ്പെട്ട ആൻ്റണി അച്ഛനെ നൽകിയിരിക്കുന്നത് കൊണ്ട് അതിലേറെ സന്തോഷിക്കുവാനായിട്ട് എന്താണുള്ളത്. പിതാവിൻ്റെ എന്നെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിതാവിൻ്റെ ദൈവാശ്രയത്തിൽ തന്നെയാണ്. അദ്ദേഹം എന്തു ചെയ്യുമ്പോൾ ഈ ദിവസങ്ങൾ എല്ലാം ഒരുക്കം നടക്കുമ്പോൾ എല്ലാം ഉണ്ടെങ്കിലും പിതാവ് പ്രാർത്ഥനാപൂർവം വളരെ ഒഴിഞ്ഞു മാറി നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതുപോലെ സുദീർഘമായ മണിക്കൂറുകൾ നമുക്ക് വേണ്ടിയിട്ട് ധ്യാനം അദ്ദേഹം നടത്തുന്ന വേളയിൽ പരിശുദ്ധ കുർബാനയോടൊപ്പം ഇരുന്ന ബഹുമാനപ്പെട്ട വിപിനച്ഛനായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്നത്. വരാപ്പുഴ തിരുപതിയിൽ പരിശുദ്ധ കുർബാനയോടൊപ്പം ഇരുന്ന് തൻ്റെ ഇതിനായിട്ട് ഒരുങ്ങിയായിരുന്നു. അതുകൊണ്ട് അച്ചഗണത്തെ കർത്താവിൽ ഭരമേൽപ്പിക്കുന്ന, കർത്താവേൽപ്പിച്ച് ഒരാളെ നഷ്ടപ്പെടുത്താതെ കർത്താവിന് ഭരമേൽപ്പിക്കുന്ന ആ ദൈവാശ്രയത്തിലാണ് പിതാവ്. ഏത് രൂപതയുടെയും ജീവിതം ക്ലേശകരമാണ്, അതിനെപ്പറ്റി സംശയമൊന്നും വേണ്ട. നിങ്ങൾ കുടുംബജീവിതം ജീവിക്കുന്നവർക്ക് കുടുംബജീവിതം ക്ലേശകരമാണെങ്കിൽ, വൈദിക ജീവിതം ജീവിക്കുന്നവർക്ക് ഇടവക ജീവിതം ക്ലേശകരമാണെങ്കിൽ, രൂപതയുടെ മെത്രാൻ്റെ കാര്യമൊന്നും പറയാനായിട്ടില്ല, അത് ഏറ്റവും ക്ലേശകരം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് ഏറ്റെടുക്കുക എന്ന് പറയുന്നത്, ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റെന്തുകൊണ്ടാണ് അതിനുള്ള ബലം കിട്ടുക? അത് പിതാവിനുണ്ട്. വൈദിക സഹോദരങ്ങൾ ഒരുമയോട് എനിക്ക് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ട ഒരു കാര്യം അത് തന്നെയായിരുന്നു. ഈ കൊച്ചിയുടെ അമൂല്യമായ പാരമ്പര്യം, ദൈവനിയോഗത്തെ ഹൃദയത്തിലേറ്റുന്നവരാണ് ഇവിടെയുള്ള ഓരോ വൈദികർ. അതുകൊണ്ട് തന്നെ ഈ രൂപത എന്നത് ദൈവപരിപാലനയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇത് ലോകത്തിന് നൽകേണ്ട സംഭാവന എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, ഈ നാടിന് മാത്രമല്ല കൊച്ചി രൂപതയിൽ നിന്നാണ് ലോകമെമ്പാടും മിഷണറിമാരുള്ളത്. എവിടെ ചെന്നാലും നമുക്കുണ്ട്. അതുപോലെ തന്നെ നിരവധി മിഷണറിമാർ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അതുവഴിയായിട്ട് കത്തോലിക്ക സഭയിൽ ഇത്രയും സമ്പർക്കമുള്ള ഒരു രൂപത മറ്റേതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഓർമ്മയിലും എൻ്റെ അറിവിലും പെടുന്ന ഏറ്റവും കൂടുതൽ സമ്പർക്കമുള്ള രൂപതയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ചരിത്രപരമായി ഇതിനെ കർത്താവ് ഏൽപ്പിച്ച നിയോഗം ഇതിൻ്റെ ഇടയന്മാരും വൈദികരും ദൈവജനവും സന്യസ്തരൊക്കെ ഒരുമിച്ച് ചേർന്ന് നിർവഹിച്ചു. ഈ കാലഘട്ടത്തിൽ
നമ്മൾ തന്നെ ഭാരതത്തിൻ്റെ സുവിശേഷവൽക്കരണം നമ്മുടെ കരങ്ങളിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൂട്ടായിട്ട് പ്രവർത്തിക്കുന്ന വൈദികരാണ്, സന്യസ്തരാണ്, സമർപ്പിത ജനമാണ്. പിതാവിന് തീർച്ചയായിട്ടും പ്രാർത്ഥനകളിൽ ഈ കരങ്ങൾ പിതാവിനെ താങ്ങി നിർത്തുന്നതിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് പിതാവിന് ഞാൻ എല്ലാ ഹൃദയപൂർവ്വമായ ആശംസ നേരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകർ കൂരിയാംഗങ്ങളായിരുന്നു. ഒരു വിധത്തിൽ എനിക്ക് ആഴ്ചയിലുള്ള ഒരു വീക്ക് ഓഫ് പോലെയാണ് ഈ കൂരിയാംഗങ്ങളുടെ അടുത്ത് എത്തുമെന്ന് പറയാം. ബുധനാഴ്ച രാത്രി എത്തുക എന്നത് ഒരു വലിയ സന്തോഷം. നിങ്ങളതുകൊണ്ട് വിചാരിച്ചേക്കത് ആലപ്പുഴയിൽ കുരിശാണെന്നൊന്നും വിചാരിച്ചേക്കരുത്, അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. എന്നാലും ഇവിടെ വരികയെന്ന് പറയുന്നത് വലിയൊരു സ്നേഹത്തിൻ്റെ അനുഭവമായിട്ട് വ്യാഴം വെള്ളി ദിനങ്ങൾ എന്നെ സ്വീകരിക്കുവാൻ, അതായത് പാതിരാവിലും സ്വീകരിക്കുവാൻ, എവിടെ വന്നും സ്വീകരിക്കുവാൻ, എൻ്റെ ചാട്ടിങ്ങൾക്കനുസരിച്ച് അയക്കുവാനൊക്കെ തയ്യാറ് കാണിച്ച പ്രിയപ്പെട്ട ഷൈജു അച്ഛൻ, ജോണി അച്ഛൻ, മാക്സിൻ അച്ഛൻ, ഷെൽസൻ അച്ഛൻ, അതുപോലെ തന്നെ അഭ്യുന്ന പിതാവ് ജുഡീഷ്യൽ വികാർ എന്ന നിലയിൽ പിതാവിൻ്റെ സാന്നിധ്യം ലഭിച്ചിരുന്നു. ഏതായാലും ഈ 4 പേരുടെ സമ്പർക്കം എന്നെ കുറച്ചുകൂടി നല്ല മനുഷ്യനാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്നേഹവും ആതിഥ്യവും പിന്നെ എന്തൊരു സ്വാതന്ത്ര്യത്തോടുള്ള സംശയം. ഇവരൊക്കെ പറയും അങ്ങനെ എതിർപ്പ്, ഒരിക്കലുമില്ല. അങ്ങനെ വഴക്ക് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നെ നോക്കിയും വഴക്ക് പറയാനായിട്ടുള്ള നല്ല ധൈര്യവും സന്തോഷവും കാണിച്ച എൻ്റെ ഈ സഹോദര കൂരിയയോട്, പിന്നെ കൺസൾട്ടേഴ്സ്, ഫൈനാൻസ് കമ്മിറ്റി അംഗങ്ങൾ, തീർച്ചയായിട്ടും വൈദിക സമ്മേളനങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കായിരുന്നു. എന്നാലും അത്തരം അവസരങ്ങളെല്ലാം ലഭിച്ച ഒരു സഹോദരത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഈ അമ്മ രൂപതയോടൊപ്പം ആയിരിക്കുക, അതിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരുക, വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെയും കാര്യങ്ങൾക്ക് അവർക്കായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നിയോഗം. അപ്പം എല്ലാത്തിനും ദൈവം ഇടയാക്കിയ ദൈവത്തിന് നന്ദി പറയും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. നമുക്കെല്ലാവർക്കും ഞാൻ ഹൃദയം തുറന്ന് ക്രിസ്മസിൻ്റെ ആശംസകളും ക്രിസ്മസിൻ്റെ സമ്മാനമായ പിതാവിനെ തന്നെ നിങ്ങളെ നൽകുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ആൻഡ് പ്രേ ഫോർ മീ പ്ലീസ്. താങ്ക് യു.